പുറത്തുള്ളതാണോ? ഇതൊന്ന് പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ മാത്രം നമുക്ക് കൃത്യമായി ഒരു രൂപമുണ്ടാകും. ബാക്കിയുള്ള അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രഗൽഭവാഗ്മിയും പണ്ഡിതനുമായ ഹുസൈൻ സലഫി ഷാർജ ഇവിടെ നമ്മുടെ മുമ്പിൽ സംസാരിക്കുവാൻ കാത്തിരിക്കുകയാണ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് അത്ഭുതം കാണിക്കുന്ന ആളുകൾ അവരല്ല ഔലിയാക്കന്മാർ. ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ആളുകൾ ഔലിയാക്കന്മാരാണെങ്കിൽ കരണ്ട് മോഹൻ ഔലിയായി നമ്മൾ പ്രഖ്യാപിക്കണം. കാരണം എന്താ? കരണ്ട് മോഹന് ഗിന്നസ് ബുക്കിൽ പേര് കിട്ടിയ ആളാണ് അല്ലേ? ഏറ്റവും നല്ല വോൾട്ടേജ് പാസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിന്റെ കമ്പി വളരെ നിസ്സാരമായി പിടിച്ച് തന്റെ ശരീരത്തിലൂടെ ആ ഏറ്റവും ഉന്നതമായ കരണ്ട്, വളരെ വോൾട്ടേജുള്ള കരണ്ട് പാസ് ചെയ്യിക്കാൻ ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ മജീഷ്യൻ മുതുകാട് എന്തെല്ലാം കാണിക്കുന്നു. അതുപോലെ എത്ര അത്ഭുതങ്ങൾ പലരും കാണിക്കുന്നു. അപ്പൊ അത്ഭുതം കാണിക്കുന്ന ആളുകളാണ് ഔലിയാക്കന്മാർ എന്ന ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഔലിയാ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് പ്രിയപ്പെട്ടവരെന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുത്തവരാണ് എന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുവാൻ നിർദ്ദേശിച്ച കാര്യങ്ങള് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളാണ് മുഅ്മിനുകൾ, മുഹ്സിനുകൾ. അതുപോലെ ആ പേരിൽ അറിയപ്പെടുന്ന ഒരു പേര് മാത്രമാണ് ഔലിയാ. അതുകൊണ്ട് തന്നെ ആ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്നറിയുമോ? അവരിൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരിക്കലും തന്നെ ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും തന്നെ ദുഃഖിക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് അവർക്ക് സുഖലോൽപമായ ജീവിതമാകുമെന്നാണോ? അല്ല. ഈ ദുനിയാവിൽ അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ മഹാരഥന്മാരെ, ഔലിയാക്കന്മാരെ പോലും പട്ടിണി സഹിച്ച് വിഷമം സഹിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പോയിട്ടുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് വന്നവരുടെ റൂഹ് ഏറ്റെടുക്കുന്നതോടുകൂടി പിന്നീട് മരണാനന്തര ജീവിതത്തിൽ എത്തുന്നതോടുകൂടി അവർക്ക് ഒരു ദുഃഖവുമില്ല, അവർക്ക് ഒരു വിഷമവുമില്ല. മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ഉന്നതമായ സൗഭാഗ്യം നിറഞ്ഞ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരുടെ ലക്ഷണം പറയുന്നു. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ആമനൂ, തങ്ങളുടെ രക്ഷിതാവിൽ അവർ കൃത്യമായി വിശ്വസിച്ചവരാണ്. എങ്ങനെയെങ്കിലും വിശ്വസിക്കല്ല. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ പോലെയാണ്. അല്ല എന്ന് പറഞ്ഞാൽ മന്ത്രിയെ പോലെയാണ്. അല്ല എന്ന് പറഞ്ഞാൽ ഒരു കോടതി പോലെയാണ്. നേർക്ക് നേരെ അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇടയിൽ ആളെ വെച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് ദുആ ചെയ്യണം എന്ന പഴച്ച വിശ്വാസമല്ല അവർ പഠിക്കുന്നത്. അതുപോലെ തന്നെ അല്ല എന്ന് പറഞ്ഞാൽ പാലിലെ വെണ്ണ പോലെയാണ്, എല്ലായിടത്തും ഉണ്ട് എന്നല്ല പഠിപ്പിക്കുന്നത്. മരിച്ചു അല്ലാഹു തആല പഠിപ്പിച്ച റസൂലുള്ളാഹിയുടെ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്ന മഹാരഥന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയ ആ വിശ്വാസം എന്താണോ? അഥവാ തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നിങ്ങനെ തൗഹീദിന്റെ 3 ഗണങ്ങളെയോ കൃത്യമായി പ്രമാണത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നവരാണവര്. അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കിയവരാണവര്. അതോടൊപ്പം തന്നെ അവര് നല്ല തഖ്വയുള്ള ആളുകളാണ്. തഖ്വ നിലനിൽക്കാൻ ആവശ്യമായ നമസ്കാരം നിലനിർത്തും, 5 നേരം അനുബന്ധമായ സുന്നത്ത് കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ സക്കാത്ത്, നോമ്പ്, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ സ്തംഭങ്ങളെല്ലാം പാലിക്കുന്നവരാണ്. അതുപോലെ തന്നെ കുടുംബജീവിതം വിശുദ്ധിയുള്ളവരാണ്. അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിൽ ന്യൂനതയില്ലാത്തവരാണ്. വ്യക്തിപരമായ രഹസ്യവും പരസ്യവുമായ ജീവിതം അതെല്ലാം ഭദ്രമാണ്. ഇങ്ങനെ ഒരു നിലക്കും ന്യൂനതകളില്ലാത്ത വളരെ പവിത്രമായ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല അനുയായികളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 62, 63 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഔലിയാക്കന്മാർ അതൊരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഉദയം കൊള്ളുന്നവരല്ല, മറിച്ച് അത് എല്ലാ കാലഘട്ടത്തിലുമുണ്ട്, എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഈ കാലഘട്ടവും ഇനി ഇലാ യൗമുൽ ഖിയാമ വരെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകും. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്.
ഹക്കിന്റെ മാർഗത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സത്യദീനിന്റെ ആ കൃത്യമായ ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിന്റെ ഗന്ധിയായി കൊണ്ടുപോവുകയും അത് ജനങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഇവിടെ അന്ത്യനാൾ വരെ തുടർന്നു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ വഹി നൽകിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്തും അല്ലാത്ത കാലത്തും എല്ലാ കാലത്തും ഔലിയാക്കന്മാരുണ്ട്. ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഔലിയാക്കന്മാരെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കൃത്യമായ ഗണങ്ങളിലൂടെ, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള കൃത്യമായ മാർഗങ്ങളിലൂടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള കൃത്യമായ ലക്ഷണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും വിശദീകരിച്ചിടത്ത് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു. എന്ത്? ഔലിയാക്കന്മാർ അവർക്ക് അല്ലാഹു തആല ഒരുപക്ഷേ കറാമത്ത് വെളിപ്പെടുത്തിയേക്കാം, അത്ഭുതങ്ങൾ അവരിലൂടെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഔലിയാഇനെല്ലാം കറാമത്തുണ്ടാകണമെന്നോ കറാമത്തില്ലാത്തവരെന്നോ ഔലിയാക്കളല്ല എന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഔലിയാക്കന്മാരിലും കറാമത്ത് നിർബന്ധമുണ്ടാകണം, കറാമത്തില്ലാത്തവനൊന്നും ഔലിയല്ല എന്ന വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പിന്നെ മാത്രവുമല്ല തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് നാട് നീളെ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പോവാനും എന്നിട്ട് അത് കച്ചവടവൽക്കരിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ആർത്തവമുള്ള ഒരു പെണ്ണ് തന്റെ ആർത്തവത്തെ മറച്ചു വെക്കുന്ന പ്രകാരമാണോ അപ്രകാരം യഥാർത്ഥത്തിൽ അല്ലാഹു തആലയിലൂടെ വല്ല അത്ഭുതങ്ങളും ഉണ്ടായാൽ തന്നെ അത് ഒരു സത്യവിശ്വാസി ഒരു വലിയ അത് മറച്ചു വെക്കുമെന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുകയും തങ്ങളുടെ വിശ്വാസങ്ങൾ പോലും വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള കള്ളക്കഥകൾ ഗ്രന്ഥങ്ങളിലൂടെ കുത്തി നിറക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിം സമൂഹത്തില് ആളുകൾ പടച്ച തമ്പുരാനെ പേടിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്ന് ഇവർ പറഞ്ഞു നടക്കുന്ന ആളുകളെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നീ അല്ലാഹുവേ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പള്ളിയിൽ വന്നുകൊണ്ട് സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല എന്ന് അവൻ ധൈര്യസമേതം പറയും. ആര്? തെറ്റ് ചെയ്ത കള്ളൻ പോലും തമ്മാടി പോലും അല്ലാഹനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാൽ 3 തവണയല്ല 1000 തവണ അവൻ വേണമെങ്കിൽ വിളിക്കും. എന്നാ ചൊന്ന് മമ്പർത്തേക്ക് വാ, അല്ലെങ്കിൽ നീ പൊന്നാനി കിളിക്കട്ട ചാർത്തിങ്ങിലേക്ക് ഒന്ന് വാ, അല്ലെങ്കിൽ നീ കൊടിഞ്ഞിപ്പള്ളിയിലേക്ക് ഒന്ന് വാ എന്ന് പറഞ്ഞാൽ അവന്റെ മുട്ടിങ്ങനെ പറക്കും. കാരണം എന്താ? അവിടെ വന്ന് ഞാൻ സത്യം ചെയ്യൂല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ 2 കുടുംബങ്ങൾ തമ്മിൽ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായി. ആ കേസിൽ പെണ്ണിന്റെ വീട്ടുകാര് നുണ പറഞ്ഞുകൊണ്ട് പലതും സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോ അവിടെ രേഖാമൂലം അത് തെളിയിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്തൃ വീട്ടുകാരെന്ത് ചെയ്തു? അവസാനം അവിടെ വെച്ചുകൊണ്ട് ഒരു വക്കീലിന് മുഖാന്തരം ഒരു നിവേദനം സമർപ്പിച്ചു. അതെന്താ? ഒരു അഭ്യർത്ഥന പറഞ്ഞു. ശരി, ഇവര് പറയുന്ന ഈ കാര്യം മമ്പറ മക്കാമിൽ വന്നിട്ട് ഇവർ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങള് ഈ കേസിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അപേക്ഷിച്ചു. ആ അപേക്ഷ പാലിച്ചു. ജഡ്ജി മുഖാന്തരം ഒരു ഡേറ്റ് മമ്പറ മക്കാമിലേക്ക് നിശ്ചയിച്ചു. പക്ഷെ അവിടെ ഭർത്താവിന്റെ വീട്ടുകാരെത്തി, ഭാര്യ വീട്ടുകാർ അവിടെ എത്തിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക. സൃഷ്ടാവിനെ മറന്നു കളഞ്ഞു. സൃഷ്ടികൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളായി ഈ സമൂഹം മാറിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിനേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ ആളുകളെയാണ് എന്ന് ഇവരുടെ കള്ളക്കഥകളിലൂടെ കറാമത്തുകൾ ഇവർ ഇസ്ലാമിന്റെ ശരീഅത്തിനപ്പുറത്തുള്ള പുറം ചാടിക്കൊണ്ടുള്ള ഒരുപാട് വികലമായ വിശ്വാസങ്ങളിലൂടെ ഇവർ പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ കൂടുതലായി ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പൊ നമുക്കറിയാം ഔലിയാക്കന്മാരിൽ ഒന്നാമൻ ആരാ? അല്ലാഹുവിന്റെ റസൂല്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട എനിക്ക് ശേഷം ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന ആളെന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന നാമധാരം കിട്ടിയത് എങ്ങനെയാണ്? മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് യാത്രയുണ്ടായപ്പോ ആ ശത്രുക്കൾ പോലും പലതും പറഞ്ഞു പരത്തി
ഒരു മാസം യാത്ര ചെയ്യാനുള്ള ദൂരം ഒരൊറ്റ രാത്രി കൊണ്ട് മുഹമ്മദ് പോയി വന്നു എന്ന് നുണ പറയുന്നു. എന്ത് നുണയാണ് ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ മക്കത്തെ മുശ്രിക്കുകൾ പലതും തെറ്റിദ്ധരിപ്പിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇതാ പറയുന്നു, മുഹമ്മദേ മുഹമ്മദേ, നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് ഇതാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു? അതേ പറഞ്ഞു. എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. കാരണം എന്താ? അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന്, ഏഴാകാശത്തിനപ്പുറത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന്, പടച്ചവന്റെ സന്നിധിയിൽ നിന്ന് ഒരു മലക്ക് മുഖാന്തരം വഹീ സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ആ തമ്പുരാൻ അല്ലാഹുവിന്റെ റസൂലിനെ അത് പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7-ാം